അപ്പൂസ് കുക്ക് ബുക്കിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഹോം മെയ്ഡ് കുൽഫി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ 1/2 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി. നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടിക്ക് പകരം അവലോ അല്ലെങ്കിൽ ബ്രെഡ് അല്ലെങ്കിൽ ഓട്സ് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പെട്ടെന്ന് പാലൊന്ന് കുറുകി വരാനായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പോൾ കുറച്ചൊരു ടൈം എടുക്കുന്നു മാത്രം. പിന്നെ നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ കുറച്ച് പിസ്ത, കുറച്ച് തൊലി കളഞ്ഞ ബദാം. ഇത് രണ്ടും ഓപ്ഷണലാണ്. ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് പാല് ചേർത്തിട്ട് ഈ ബദാമും ഈ പിസ്തയിൽ കുറച്ചും കൂടി അരച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. ബാക്കി പിസ്ത നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഗോതമ്പ് പൊടി ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് ഈ പാല് ചേർത്തിട്ട് നമ്മൾ പഞ്ചസാരയും ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കും, കുറുക്കിയെടുക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാൻ കുറച്ച് ചൂടായിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. ഞാൻ ഇതിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ചേർക്കുകയാണ്. ഇതൊന്ന് പതുക്കെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പാല് ചേർക്കാം. കൈയെടുക്കാതെ ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ. ആ പച്ചമണം നന്നായി പോകണം, അല്ലെങ്കിൽ നമ്മുടെ കുൽഫിക്ക് നല്ലോണം ഗോതമ്പ് പൊടിയുടെ ആ ഒരു ചുവ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി ഇപ്പോൾ നല്ലോണം ഒന്ന് പച്ചവാസനയൊക്കെ പോയിട്ടുണ്ട്, നല്ലൊരു മണം വരും. നമുക്ക് സംശയമുണ്ടെങ്കിൽ ഇത് കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു നോക്കിയാൽ ചൂടുണ്ടാവും. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ പാല് ആഡ് ചെയ്യാൻ പോവാണ്. പാല് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ആ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ അത് നമ്മുടെ പാൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വിടാതെ നമ്മളിത് ഇളക്കണം. ഒന്ന് പാട കെട്ടുമ്പോൾ നമുക്ക് ആ പാടയൊക്കെ ഗ്യാദർ ചെയ്ത് ഒന്നും കൂടി നല്ലോണം ഇളക്കി കൊടുക്കണം. സൈഡിൽ നിന്നൊക്കെ സ്ക്രേപ്പ് ചെയ്തിട്ട് നല്ലോണം കുറുകി 1/3 ആവുന്ന വരെ നമ്മളിതിനെ തിളപ്പിക്കണം. ഞാനിവിടെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് പാലിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സോഫ്റ്റായിട്ട് അരച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ അരച്ച് വെച്ചേക്കുന്നത്. ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാലിവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ പാടേക്കൊന്ന് നല്ലോണം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിൽ നിന്നൊക്കെ നല്ലോണം സ്ക്രേപ്പ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം. അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ. ചെറുതീയിൽ വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ പാല് തിളച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിയ പാൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ പുറത്തേക്ക് തെറിക്കും. പാല് ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് അരച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്നുകൂടി തിളച്ച് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലിവിടെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ പിങ്ക് സോൾട്ട് ഉപയോഗിക്കണം കേട്ടോ വീട്ടിൽ. എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് എന്താ പിങ്ക് കളറിൽ ഇരിക്കണേന്ന്. ഞാനിവിടെ ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് സാധാരണ വീട്ടിൽ ഉപയോഗിക്കാറ് കുക്കിങ്ങിന്. അപ്പോൾ നമ്മുടെ കുൽഫിയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. കൺസിസ്റ്റൻസി കണ്ടല്ലോ അല്ലേ, നല്ല തിക്കായിട്ടുള്ള പാലാണ്. ഇനി നമുക്ക് ഒരു വിസ്ക് ഉണ്ടെങ്കിൽ ആ വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിയിൽ അടിക്കാതിരിക്കാനാണ് ഞാനത് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മിക്സിയിലും ഇതൊന്നും അടിക്കാം, ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുൽഫി മോഡിലേക്ക് ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഒരു 5-6 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ അത് റെഡിയാവും. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാക്കി. അപ്പോൾ നമ്മുടെ കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ കുൽഫി മോൾഡ്സ് ഉണ്ട്.
ഞാൻ ഇതിലേക്ക് ഇത് ഒഴിക്കുകയാണ്. കുൽഫി മോൾഡ് ഇല്ലാത്തവർ നമ്മുടെ സ്റ്റീൽ ഗ്ലാസ് ഒഴിച്ച് വെച്ചാലും മതി. സ്പൂണോ അല്ലെങ്കിൽ മറ്റേ ഐസ്ക്രീം സ്റ്റിക്സ് എന്തെങ്കിലും അത് കുത്തി വെച്ചാലും മതിയാവും. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് നിറച്ചിട്ട് ഒരു 5-6 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. എൻ്റെ വാവ് അവിടെ എണീറ്റു കേട്ടോ. ഞാനിത് വേഗം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഞാനത് കാണിച്ചു തരാം. ഞാനിപ്പോൾ തൽക്കാലം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി ഫ്രീസ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ കുൽഫി ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അത് റെഡി ആയോന്ന്. ആദ്യം തന്നെ ഇത് കുറച്ച് നോർമൽ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കുക. എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് തുറക്കാം. ഇതാ നമ്മുടെ കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും സെറ്റായി നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.